നമ്മൾ ഇന്നിപ്പോൾ ചാപ്റ്റർ 13 ഫസ്റ്റ് എയ്ഡാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇഞ്ചുവേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നേ എന്തൊക്കെ ഹെൽപ്പ് അയാൾക്ക് ചെയ്യാം, അതാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരാൾക്ക്. പക്ഷേ ഫസ്റ്റ് എയ്ഡ് ഒരുവിധം ട്രെയിനിങ് വേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചിട്ട് ഒരു അറിവ് വേണം. ഒരു സാധാരണ ഒരു വർക്കിംഗ് പേഴ്സൺ ആണെങ്കിലും അതെ, സാധാരണ മെഡിക്കൽ സ്ട്രീമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണെങ്കിലും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചിട്ട് ഒരുവിധം ഒരു നോളജ് എപ്പോഴും നല്ലതാണ്. കാരണം ഏതെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആൾക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. ആൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരാളുടെ ജീവൻ രക്ഷിച്ചു കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് ഒരു ടീച്ചറായാലും ഒരു സാധാരണ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും അതിനെക്കുറിച്ച് നല്ലൊരു നോളജ് ഉണ്ടെങ്കിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് നോക്കാം ആദ്യം. According to Conscience Oxford Dictionary, first aid is the help given to the injured person just before the doctor arrives. ഡോക്ടർ വരുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാം എന്നുള്ളത്. ഫസ്റ്റ് എയ്ഡ് മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ജീവൻ രക്ഷിക്കുന്നതിന് പകരം അയാളുടെ ജീവൻ ഡേഞ്ചറിലാക്കാനുള്ള പ്രശ്നം കൂടി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കുകയും മനസ്സിലാക്കിയിരിക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് എയ്ഡ് പലതരത്തിൽ കൊടുക്കാം. ഇപ്പോൾ ഫ്രാക്ചേർഡ് ഓർ ബ്രോക്കൺ ബോൺസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൻ്റെ കുഴ തെറ്റുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഡ്രൗണിങ് കേസ്, വെള്ളത്തിൽ മുങ്ങി, അപ്പോഴും നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആവശ്യമാണ്. പിന്നെ ബേൺസ് സംഭവിക്കുമ്പോഴും, പിന്നെ ഇലക്ട്രിക് ഷോക്ക് സംഭവിക്കുമ്പോഴും, പിന്നെ എവിടെയെങ്കിലും വീഴുക അങ്ങനത്തെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴും, പിന്നെ എന്തെങ്കിലും ഇപ്പം എപ്പിലെപ്സി അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ പെട്ടെന്ന് ഫെയിൻ്റായി, അല്ലെങ്കിൽ അയാൾ കോൺഷ്യസ്നെസ് നഷ്ടപ്പെട്ടു, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അയാൾക്ക് സ്ട്രോക്ക് വരാൻ പോകുന്നു തോന്നുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെ ഫസ്റ്റ് എയ്ഡിൽ വേണം. അതുപോലെ CPR കൊടുക്കുക, ഇതൊക്കെ ഫസ്റ്റ് എയ്ഡിൽ വേണം. CPR പക്ഷേ നമ്മളിതിൽ പഠിക്കുന്നില്ല. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. പിന്നെ ആർട്ടിഫിഷ്യൽ ബ്രീതിങ് കൊടുക്കുക, ഇതൊക്കെ ഫസ്റ്റ് എയ്ഡിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എയ്ഡ് ഫോർ ബ്രോക്കൺ ബോൺസ് എന്തൊക്കെയാണെന്ന്. അതിൽ മെയിനായിട്ട് വരുന്ന കണ്ടന്റ് സ്ലിങ്സ് ആൻഡ് ബാൻഡേജസ് ആണ്. സ്ലിങ്സും ബാൻഡേജസും കൊടുക്കാൻ അറിയണം ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ബ്രോക്കൺ ബോൺസ് ഉണ്ടെങ്കിൽ. അപ്പോൾ എവരി വൺ ഷുഡ് നോ ഹൗ ടു ഫോൾഡ് ആൻഡ് അപ്ലൈ എ ട്രയാങ്കുലർ ബാൻഡേജ് ആൻഡ് ഹൗ ടു പുട്ട് ആൻ ആം സ്ലിങ്. എ മീറ്റർ സ്ക്വയർ സ്ട്രോങ് കോട്ടൺ ക്ലോത്ത്, അല്ലെങ്കിൽ സ്ട്രോങ് കോട്ടൺ ക്ലോത്ത് നമുക്ക് കാണിച്ചു തരാം. ഒരു മീറ്റർ സ്ക്വയർ, ഇതിപ്പം സ്ക്വയർ അല്ല, ഒരു സ്ക്വയർ ക്ലോത്ത് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഇച്ചിരി ഒരു സ്ലൈറ്റ്ലി റെക്റ്റാങ്കിൾ ആണ്. ഒരു സ്ക്വയർ ക്ലോത്ത് ഷുഡ് ബി കട്ട് ഡയഗനലി അക്രോസ്. അത് കട്ട് ചെയ്തൊരു സ്ക്വയർ ക്ലോത്ത് എടുത്താൽ മതി. എന്നിട്ട് അത് നമ്മൾ ഫോൾഡ് ചെയ്യും, ട്രയാങ്കിൾ പോലെ ഫോൾഡ് ചെയ്യും. ട്രയാങ്കുലറായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യും. കണ്ടോ, ട്രയാങ്കുലർ ഫോൾഡ് ഡയഗനലി ഫ്രം കോർണർ ടു കോർണർ വിൽ ഫോം 2 ബാൻഡേജസ്. അപ്പോൾ അങ്ങനെ രണ്ടായിട്ട് ഒരു 2 ബാൻഡേജസ് ആയിട്ട് നമുക്കത് കിട്ടും. അല്ലെങ്കിൽ ലാർജ് കർച്ചീഫ് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്താലും മതി. ക്യാൻ ബി യൂസ്ഡ് വിത്തൗട്ട് കട്ടിങ്. It may be used as an arm sling when there is an injury to the hand or when arm is necessitated, it's being raised to prevent their flow of blood downwards. ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് പൊട്ടിയാലും ഇത് ഇങ്ങനെ കൈ വെക്കണമെങ്കിൽ ഇവിടെ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോകാതിരിക്കാൻ നമുക്കിങ്ങനെ കെട്ടി വയ്ക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ കൈയിന് ഇഞ്ചുറി ഉണ്ടെങ്കിൽ താഴേക്ക് പോകുമ്പോൾ വേദന എടുക്കുമല്ലോ, നമ്മുടെ ബ്ലഡ് ഫ്ലോ ഒക്കെ അങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ അത് നമ്മൾ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടി റേസ് ചെയ്ത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മൾ ഒരു ബാൻഡേജ് സ്ലിങ് കെട്ടും. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ ക്ലോത്ത് നമ്മൾ ഡയഗണൽ ഇങ്ങനെ ട്രയാങ്കിൾ ആക്കി എടുത്തിട്ട്, ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു പോർഷൻ അപ്പോൾ ഇങ്ങനെ കൈയിരിക്കുക. അപ്പോൾ ഈ ഒരു പോർഷൻ നമ്മൾ ഇയാളുടെ ബോഡിയിൽ ചേർത്ത് കൊണ്ടുവരും. പിന്നെ മറ്റേ പോർഷൻ ഇതേപോലെ ബോഡിയോട് ചേർത്ത് അപ്പുറത്തെ ഷോൾഡറിൻ്റെ ഇതിൽ കൂടെ കൊണ്ടുവരും. കണ്ടോ, ഇതുപോലെ ഇരിക്കും, പക്ഷേ കറക്റ്റല്ല, കറക്റ്റ് ക്ലോത്ത് അല്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇവിടെ സെക്യൂർ ചെയ്യും. ഇവിടെ നമ്മൾ കെട്ടി ഇങ്ങനെ സെക്യൂർ ചെയ്യും, ഇങ്ങനെ കെട്ടി സെക്യൂർ ചെയ്യും. ഈ പോർഷൻ ഫ്രീ ആയിട്ട് കിടക്കും. ഈ ഒരു പോർഷൻ നമ്മുടെ ഫ്രീ ആയിട്ട് കിടക്കും. ഈ പോർഷൻ വേണമെങ്കിൽ നമുക്കൊന്ന് ഒരു പിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം ഇൻ കേസ്. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ കൈ പ്രോപ്പർലി താഴേക്ക് പോകാണ്ട് ഒരു ഷോൾഡറിൻ്റെ സപ്പോർട്ട്, നെക്കിൻ്റെ സപ്പോർട്ട് കൊണ്ട് പ്രോപ്പറായിട്ട് ഇരുന്നോളും. നമുക്ക് ആം സ്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ എപ്പോഴൊക്കെയാണ് വെൻ ദർ ഇസ് എൻ ഇഞ്ചുറി ടു ഹാൻഡ് ഓർ വെൻ ദ ആം നെസേറ്റ്സ് ഇറ്റ് ബീങ് റേസ്ഡ് ടു പ്രിവെന്റ് ദ ബ്ലഡ് ഫ്ലോ ഓഫ് ബ്ലഡ് ഡൗൺവേർഡ്സ്. In order to put on an arm sling, place one end so as to have the hand a few centimeters over the front of the shoulder on the injured side, and take the bandage behind the neck and bring it over the other shoulder and spread it out on the chest with its point towards the elbow of the injured arm. Bend the arm on the middle of the bandage and bring the hanging end outside the injured arm up to the other end hanging over to the front shoulder and tie the 2 ends with a reef knot.
ഇതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തന്നതാണ് ഈ സംഭവം. വിത്ത് 2 safety pins, secure the point to the elbow to the bandage on the outside. By folding the triangular bandage with its point to the base and then folding into 2, as in figure 2, a broad bandage is also obtained. And if folded in 3, a medium bandage is obtained. And by folding a broad bandage into 2, a narrow bandage is obtained. The broad bandage may be used for a sling instead of an unfolded triangle. ഇങ്ങനെ ഓരോ തരത്തിൽ നമുക്ക് ബാൻഡേജ് മാറ്റി യൂസ് ചെയ്യാം. ഓക്കെ, മനസ്സിലായെന്ന് കഴിയുന്നു. നെക്സ്റ്റ്, ബ്രോക്കൺ ബോൺ ഫ്രാക്ചേഴ്സ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാം? ഇഫ് എനിവൺ ഫോൾസ് ഓർ ബ്രേക്സ് എ ബോൺ, ദ ബ്രോക്കൺ എൻഡ്സ് മസ്റ്റ് ബി പുട്ട് ക്ലോസ് ടുഗെദർ ആൻഡ് ഹെൽഡ് ഇൻ ദാറ്റ് പൊസിഷൻ. ഇപ്പോൾ ഇവിടെ പൊട്ടലുണ്ടെങ്കിൽ രണ്ടും കൂടി കൈ ഇങ്ങനെ പിടിക്കത്തക്ക, ഇങ്ങനെ പിടിച്ചാലും മതി, പിടിക്കുക, അല്ലെങ്കിൽ ഒരു വടി പോലെ എന്തെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ടിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കണം. അത് ആ പൊസിഷനിൽ നിന്ന് മാറിപ്പോവാതെ സപ്പോർട്ട് കൊടുക്കണം. അതർവൈസ് ദേ കനോട്ട് ബി നിറ്റ് ടുഗെദർ അഗൈൻ. ഒന്നും കൂടി അത് എന്തായാലും തുണി കെട്ടി വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കാണ്ട് അടുപ്പിച്ച് തന്നെ വെച്ചുകൊണ്ടിരിക്കുക. ഇഫ് ദ പേഷ്യൻറ്റ് ഹാസ് ടു ബി മൂവ്ഡ്, കെയർ മസ്റ്റ് ബി ടേക്കൻ നോട്ട് ടു ഡിസ്പ്ലേസ് ദ ബ്രോക്കൺ എൻഡ്സ് ഓർ നോട്ട് ടു അലൗ ദം ടു ലാസ്ട്രേറ്റ് ദ ഫ്ലഷ്. പൊളിഞ്ഞു പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെഷർ എടുക്കണം. ആളെ എടുത്ത് മാറ്റുമ്പോൾ പോലും ആ ഭാഗം ഫ്രാക്ചർഡ് ഏരിയ അനക്കാതെ ശ്രദ്ധിക്കുക. If the skin is broken, apply an antiseptic to prevent the entrance of pus-forming bacteria. പിന്നെ ഇങ്ങനെ ഇഞ്ചുറി ഉള്ള സമയത്ത് നമ്മുടെ bare ഹാൻഡ്സ് കൊണ്ട് ആളെ തൊടാതെ ഇരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മളെ ഒരു സ്റ്റെറിലൈസ്ഡ് ആയിട്ട് ഗ്ലോവ്സ് വെച്ചിട്ട് തന്നെ ആൾക്കാരെ തൊടാൻ ശ്രമിക്കുക. കൈ സ്റ്റെറിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ pus-forming bacterial infections വരാനുള്ള ചാൻസ് ഉണ്ട്. There are many kinds of fractures and according to special methods of bandaging must be applied to the position of the broken bone and wrap a bandage around the broken limb. നമ്മൾ ഒരു ബാൻഡേജ് അപ്ലൈ ചെയ്യണം എന്തായാലും. ബ്രോക്കൺ ആയിട്ടുള്ള ലിംബിൽ നമ്മൾ ഒരു ബാൻഡേജ് അപ്ലൈ ചെയ്യും. Then place splints around it and tie them to the limb to keep it straight and steady. ഇപ്പോൾ ഒരു കാലാണ് ഇഞ്ചേർഡ് ആണെങ്കിൽ ആ കാല് മറ്റേ കാലുമായിട്ട് കെട്ടിവെക്കും. അത് അനങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ മറ്റേ കാലുമായിട്ട് കെട്ടിവെക്കും. If nothing is available, strap the broken leg to uninjured leg or broken arm to the side of the body. ബോഡിയായിട്ട് ഇങ്ങനെ കെട്ടിവെക്കാം. അല്ലെങ്കിൽ കാലിനെയാണെങ്കിൽ മറ്റേ കാലുമായിട്ട് കെട്ടിവെക്കുക. സ്ലിപ്പ് എ ബ്ലാങ്കറ്റ് കെയർഫുള്ളി അണ്ടർ ദ പേഷ്യൻറ്റ് ആൻഡ് പ്ലേസ് 2 poles on either side and tie the blanket to or roll the edges around the poles. A stretcher is thus formed. അപ്പോൾ ഒരു തുണി വയ്ക്കുക. ആ തുണിയിലേക്ക് പതുക്കെ ആളെ റോൾ ചെയ്ത് കെട്ടി കിടത്തുക. എന്നിട്ട് ആ ബാക്കി 2 അറ്റവും എടുത്ത് നമുക്ക് കൊണ്ടുപോകാമല്ലോ, അങ്ങനെ കൊണ്ടുപോകാം. A stretcher is carry the patient home on the stretcher. Keep his broken limb straight until the doctor comes or the patient reaches the hospital. എന്തായാലും അനക്കാതെ വെക്കുക എന്നുള്ളതാണ്. ഇനി ഡിസ്ലൊക്കേഷൻ സംഭവിച്ചു. When a bone gets out of place, it is usually because the ligaments have been broken down around the joint. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ പ്രശ്നം, ആ ലിഗമെൻറ്റില്ലേ, നമ്മുടെ ഇപ്പോൾ ഇത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്, ഷോൾഡർ ജോയിൻ്റ്. അതിൻ്റെ ലിഗമെൻറ്റ്സ് ബ്രോക്ക് ചെയ്യുമ്പോൾ ഈ ബോള് അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമറസ് എന്ന് പറയും, ഇത് പുറത്തേക്ക് ഇറങ്ങി വരും ഈ ഇത്. അപ്പോൾ എന്താ സംഭവിക്കുക, ലിഗമെൻറ്റ്സ് പൊട്ടിയിട്ടാണ്, നമ്മുടെ മസിൽസിൻ്റെ ലിഗമെൻറ്റ്സ് പൊട്ടി കഴിയുമ്പോഴാണത്. അപ്പോഴും പ്രോപ്പർ റെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് തിരിച്ചിടുന്നത് സ്കിൽഫുൾ ആയിട്ടുള്ള ഡോക്ടറിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യമേ ഡോക്ടറിനെ ഇമ്മീഡിയറ്റ്ലി ചെയ്യാം, കോൺടാക്ട് ചെയ്യുക. പിന്നെ ബിഫോർ ദ ജോയിൻറ്റ് ബിക്കംസ് മോർ സ്വോളൻ, കോൾ ദ ഡോക്ടർ. അവിടെ നീര് വരുന്നതിന് മുന്നേ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ചെയ്തോണം. ദ ബോൺ മസ്റ്റ് ബി കെപ്റ്റ് ഇൻ പ്ലേസ് ആൻഡ് റിമൂവ് ദ ക്ലോത്തിങ് ഇൻ പ്ലേസ്, ലിംബ് ഓൺ എ പില്ലോ ആൻഡ് അപ്ലൈ കോൾഡ് വാട്ടർ ഡ്രസ്സിങ്. കോൾഡ് വാട്ടർ ഡ്രസ്സിങ് എപ്പോഴും പൊട്ടിക്ക് ഫ്രാക്ചറൊക്കെ സംഭവിക്കുമ്പോൾ തണുത്ത ഐസ് വാട്ടറാണ്, ചൂടുള്ള സാധനമല്ല നമ്മൾ യൂസ് ചെയ്യുക, തണുത്ത ഡ്രസ്സിങ്സാണ് യൂസ് ചെയ്യുക. ഐസ് വാട്ടർ ബാഗോ അങ്ങനെ എന്തെങ്കിലും, അതും ഡയറക്റ്റ്ലി ഐസ് അപ്ലൈ ചെയ്യാൻ പാടില്ല, അതൊരു തുണിയിലോ. നെക്സ്റ്റ് ഫസ്റ്റ് എയ്ഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലീഡിങ്ങിനെ കുറിച്ചാണ്. ബ്ലീഡിങ്ങിന് എന്തൊക്കെ ചെയ്യുന്നത്? ആർട്ടറി നമുക്കറിയാലോ, ആർട്ടറി നമ്മൾ ഓക്സിജൻ ഉള്ള ബ്ലഡിനെ ക്യാരി ചെയ്യുന്നു. വെയിൻ നമ്മൾ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് വേസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ക്യാരി ചെയ്യുന്ന ബ്ലഡാണ് വെയിനിൽ കൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടറിയിൽ ഒരു പാസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുന്നു, അത് ലങ്സിൽ പോകുന്നു, ലങ്സിൽ നിന്ന് ആർട്ടറി വഴി നമ്മുടെ ബോഡിയിലെ ഡിഫറെൻറ്റ് പാർട്സിലെത്തുന്നു. അപ്പോൾ ഒരു പൾസേറ്റിംഗ് ഒരു ഋതത്തിലാണ് അത് പോകുന്നത്, ഒരു ജമ്പിങ് അല്ലേ, ബ്ലഡ് അതിൽ കൂടെ ഒരു ജമ്പിങ് മോഷനിലെ കൂടെയാണ്, ഒരു സ്പേർട്ടിങ്. അപ്പോൾ നമ്മളിപ്പോൾ ആർട്ടറി നമ്മളുടെ മുറിയാണെങ്കിൽ അതിൽ നിന്ന് ബ്ലഡ് സ്പേർട്ട് ചെയ്യുക, ഇങ്ങനെ സൂ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഷറിലാണ് അത് പോകുന്നത്. അതേസമയം വെയിൻ കുറച്ചും കൂടി സ്ലോവറാണ്, വെയിനിലേക്കൂടെ ഉള്ള ബ്ലഡിൻ്റെ മോഷൻ കുറച്ചും കൂടി സ്ലോവറാണ്. ആർട്ടീരിയൽ മോഷൻസ് ബ്ലഡിൻ്റെ മോഷൻ കുറച്ചും കൂടി ഇതാണ്, ഒരു ജമ്പിങ് ആക്ഷനിലൂടെയാണ് പോകുന്നത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടറിയിലെ ബ്ലഡ്
നല്ല ബ്രൈറ്റ് റെഡ് ആയിരിക്കും. അതേസമയം വെയിനിലെ ബ്ലഡ് ഡാർക്ക് റെഡ് കളറിലായിരിക്കും. അപ്പോൾ വിത്ത് ഈച്ച് ബീറ്റ് ഓഫ് ദ ഹാർട്ട് ദ ബ്ലഡ് ജംപ്സ് ഇൻ ടു ദ ആർട്ടറീസ്. അപ്പോൾ ദ ബ്ലഡ് ഫ്ലോസ് സ്റ്റെഡിലി ഇൻ ദ വെയിൻസിൽ ഒരു നോർമൽ സ്റ്റഡി ഫ്ലോ ആണ് സംഭവിക്കുന്നത്. മറ്റേതിൽ ജമ്പിങ് ആണ്, ഒരു പൾസിൻ്റെ പോലെ ഒരു ജമ്പ് ചെയ്താൽ പോകുന്നത്. ഇപ്പോൾ ഇനി എനി ഇഞ്ചുറി ഒക്കേഴ്സ്, എന്തെങ്കിലും ഒരു ബ്ലീഡിങ് എന്ന് വെച്ചാൽ നല്ല സിവിയർ ബ്ലീഡിങ് സംഭവിച്ചാൽ, സാധാരണ ചെറിയ ബ്ലീഡിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ ട്രീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ. അല്ലാതെ സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ ഡോക്ടറിനെ വിവരം അറിയിക്കണം. എന്നിട്ട് ഇപ്പോൾ ആർട്ടറിയാണ് കട്ടായെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടറിയിൽ നിന്ന് ഇറ്റ് വുഡ് ബി നെസസറി ടു സ്റ്റോപ്പ് ദ ഫ്ലോ ഫ്രം ദ ഡയറക്ഷൻ ഓഫ് ഹാർട്ട്. ഇപ്പോൾ ഹാർട്ടിൽ നിന്ന് തൊട്ട് അടുത്ത പോർഷനിൽ നിന്നുള്ള കട്ട് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ കയ്യിൽ നിന്നാണെങ്കിൽ കയ്യിൻ്റെ ഇവിടെയൊക്കെയാണ് മുറിഞ്ഞാണെങ്കിൽ നമ്മൾ കുറച്ച് മുകളിലേക്ക് കെട്ടി വെക്കുക നല്ലപോലെ. ഇപ്പോൾ വെയിൻ ഇസ് കട്ട് കൺട്രോൾ ദ ഫ്ലോ ഫ്രം ദ ഡയറക്ഷൻ ഫാദസ്റ്റ് ഫ്രം ദ ഹാർട്ട്. ഹാർട്ടിൽ നിന്ന് ഏറ്റവും ദൂരെ ഏരിയയിൽ ആണ് ഇപ്പോൾ വെയിനാണ് കട്ട് ചെയ്യുമെങ്കിൽ കുറച്ചും കൂടി ദൂരെയായിട്ട്, ഹാർട്ടിനോട് ദൂരെയായിട്ടുള്ള ഭാഗത്താണ് നമ്മൾ കെട്ടിവെക്കേണ്ടത്. എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൈ കൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക അതിൻ്റെ തൊട്ടടുത്ത്. ഇപ്പം ഇഫ് ഇറ്റ് ഇസ് എൻ ആർട്ടറി, ടൈ ദ ക്ലോത്ത് ടൈറ്റ്ലി അറൗണ്ട് ദ ലിംബ്. ആർട്ടറി ആണെങ്കിൽ നമ്മൾ ക്ലോത്ത് നമ്മുടെ റിമ്പിൽ ടൈറ്റ്ലി അറൗണ്ട് ദ ലിംബ് ഇത് ചെയ്യണം. ബിറ്റ്വീൻ ദ കട്ട് ആൻഡ് ദ ഹാർട്ടും കട്ടും തമ്മിലുള്ള ആ ഭാഗത്ത്, ഇവിടെയാണ് കട്ടെങ്കിൽ ഇവിടെ ആ ഭാഗം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഹാർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ബ്ലഡ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യരുത് എന്നുള്ളതാണ് ഉദ്ദേശം. ഈ പോസിബിൾ വേറെ ആർട്ടറി പാസസ് ഓഫ് ഒരു ബോണിനോട് പാസ് ചെയ്യുന്ന ആർട്ടറി പാസ് ചെയ്യുന്ന ഭാഗമാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. എന്നിട്ട് മേക്ക് എ നോട്ട് വിത്ത് ദ ക്ലോത്ത് സോ ദാറ്റ് ഇറ്റ് വിൽ ലൈ ഓൺ ദ ടോപ്പ് ഓഫ് ദ ആർട്ടറി. ആർട്ടറിയുടെ ടോപ്പിലായിരിക്കണം നോട്ട് ഉണ്ടാവുക. നമ്മൾ കെട്ടുമ്പോൾ അതിൻ്റെ നോട്ട് ആർട്ടറിയുടെ ടോപ്പിലായിരിക്കണം. ഇഫ് ദിസ് ഇസ് നോട്ട് സഫിഷ്യൻറ്റ് പുട്ട് എ പാഡ് ഓർ എ കോയിൻ അണ്ടർ ദ നോട്ട്. അല്ലെങ്കിൽ നമുക്ക് ഒരു പാഡോ കോയിൻ ടൈറ്റ് ആക്കാൻ വേണ്ടി ഒരു പാഡോ ഒരു കോയിനോ നമുക്ക് നോട്ടിൻ്റെ അടിയിൽ വെക്കാം. അല്ല ടു മേക്ക് ദ ബൈൻഡിങ് വെരി ടൈറ്റ് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അതിനെയാണ് ടോർണിക്കറ്റ് എന്ന് പറയും. ആ ഒരു ബാൻഡേജിനെ ട്വിസ്റ്റഡ് ടൈറ്റ് ഇസ് കോൾഡ് എ ബാൻഡേജ് ദ ട്വിസ്റ്റഡ് ടൈറ്റ് ഇസ് കോൾഡ് ടോർണിക്കറ്റ്. അപ്പോൾ ഇത് 20 മിനിറ്റിൽ കൂടുതൽ ടോർണിക്കറ്റ് നമ്മളിങ്ങനെ കെട്ടി വെക്കാൻ പാടില്ല. ഇടയ്ക്ക് 20 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ലൂസൺ ചെയ്ത് കൊടുക്കണം. റേസ് ദ പാർട്ട് ഓഫ് ദ ബോഡി ദാറ്റ് ഇസ് ബ്ലീഡിങ്. ബ്ലീഡ് ചെയ്യുന്ന പാർട്ട് ഇപ്പോൾ ഇവിടെയാണ് ബ്ലീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ റേസ് ചെയ്ത് പിടിക്കുക. കാലാണെങ്കിൽ കാല് റേസ് ചെയ്ത് പിടിക്കുക. ആൻഡ് റേസ് പാർട്ട് വെൻ യു ലൂസൺ ദ ടോർണിക്കറ്റ് പ്രസ് യുവർ ഫിംഗർ ഓവർ ദ ആർട്ടറി ടു കീപ്പ് ഇറ്റ് ഫ്രം ബ്ലീഡിങ്. അത് പറയാമല്ലോ. എന്നാലും നമ്മൾ ബ്ലീഡിങ് സംഭവിക്കുക. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ ആ ഒരു പോർഷൻ മാത്രമായിട്ട് കിട്ടി കൈ കൊണ്ട് നല്ല ഫിംഗർ കൊണ്ട് നല്ല പ്രസ് ചെയ്ത് വയ്ക്കുക. ട്രൈ ദ ടോണിക്കറ്റ് എഗെയിൻ അൺടിൽ ദ ഡോക്ടർ കംസ്. ഡോക്ടർ വരുന്ന വരെ 20 മിനിറ്റ് കൂടുമ്പോൾ ലൂസൺ ചെയ്ത് ടോണിക്കറ്റ് കെട്ടിക്കൊണ്ടിരിക്കണം. ദ ട്രീറ്റ്മെൻറ്റ് ഫോർ എ ബ്ലീഡിങ് വെയിൻ ഇസ് സിമിലർ ടു ദാറ്റ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി ഫാർദസ്റ്റ് ഫ്രം ദ ആർട്ടറി. ഇപ്പം ഏറ്റവും ക്ലോസ് ടു ദ ഇവിടെ ബ്ലീഡിങ് ക്ലോസ് ടു ദ ആർട്ടറി ആയിരിക്കണം, ക്ലോസ് ടു ദ ഹാർട്ട് ആയിരിക്കണം. അതേസമയം വെയിനാണെങ്കിൽ ഫാർദസ്റ്റ് ഫ്രം ദ ആർട്ടറി ഹാർട്ട് നമ്മൾ നോട്ട് കെട്ടിയിരിക്കണം. ഇനി ഇൻറ്റേർണൽ ബ്ലീഡിങ് സംഭവിച്ചാൽ എന്താ ചെയ്യുക? ഇൻറ്റേർണൽ ഇമ്മീഡിയറ്റ് കെയർ വേണ്ട ഒരു സാധനമാണ് ഇൻറ്റേർണൽ ബ്ലീഡിങ്. കുട്ടികൾക്കൊക്കെ തല ഇടിച്ച് വീണ് കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 24 hours ഇടിച്ച് വീണു എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പം തന്നെ 24 മണിക്കൂർ ഒബ്സർവേഷനിൽ കുട്ടികളെ കിടത്തുകയാണ്. നമുക്ക് അപ്പോൾ പ്രൊജക്ടൈൽ വോമിറ്റിങ് അങ്ങനെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഹെഡിലൊക്കെ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്ടൈൽ വോമിറ്റിങ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഛർദിലില്ലേ, ഒരു ഓക്കാനും ഇല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഛർദിക്കുക, ഇങ്ങനെ ഒരു ഛർദിൽ വരുമ്പോൾ തന്നെ നമുക്ക് സംശയിക്കാം എന്തോ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്, പ്രശ്നമുണ്ട് എന്നുള്ളത്. അപ്പം യൂഷ്വലി കുട്ടികളൊക്കെ ഇപ്പോൾ വീണ് കഴിഞ്ഞാൽ 24 hours ഒബ്സർവേഷനിൽ വയ്ക്കുകയാണ് നല്ലത്. വീട്ടിൽ എന്നാലും നമ്മൾ ഒബ്സർവ് ചെയ്യണം. കുട്ടികൾക്ക് നല്ലൊരു ഹെഡ് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ട്, പുറത്തേക്ക് ബ്ലീഡിങ് ഒന്നും കണ്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇൻറ്റേർണൽ ബ്ലീഡിങ് സസ്പെക്ട് ചെയ്യേണ്ടതാണ്, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇൻറ്റേർണൽ ബ്ലീഡിങ് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറിനെ വേഗം തന്നെ വിളിക്കുക. ഡോക്ടർ വരുന്നവരെ ആളെ ഫ്ലാറ്റായിട്ട് കിടത്തുക. ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്തിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൂസൺ ചെയ്യുക, ഫ്രഷ് എയർ കൊടുക്കുക, ഫാൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഐസ് അല്ലെങ്കിൽ കോൾഡ് വാട്ടർ വെച്ചിട്ട് ആ ഭാഗം ഐസ് കുടിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ കോൾഡ് വാട്ടർ കുടിക്കാൻ കൊടുക്കാം. പിന്നെ ആ ഭാഗമല്ലേ എവിടെയാണ് ഇടിച്ചേക്കണേ ബ്ലീഡിങ് സംഭവിച്ചതെന്ന് നമുക്ക് സംശയമുള്ള ആ ഭാഗത്ത് നമുക്കൊന്ന് ഐസ് അപ്ലൈ ചെയ്തെടുക്കാം. അപ്ലൈ ഇൻ ഐസ് വെറ്റ് ലോക്കലി ഇഫ് ദ സീറ്റ് ഇസ് സീറ്റ് ഓഫ് ഇഞ്ചുറി ഈസ് നോൺ. നമുക്ക് അറിയാവുന്ന ഭാഗമാണെങ്കിൽ നമ്മൾ ആ ഭാഗത്ത് വയ്ക്കും. ഇഫ് ദ പെയിൻസ് ഇപ്പോൾ ആൾ എന്താണ് ബോധക്ഷയം സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ സ്യൂറ്റബിൾ ട്രീറ്റ്മെൻറ്റ് അപ്പം തന്നെ കൊടുക്കണം. സ്റ്റിമുലൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല. ചായ കാപ്പി അങ്ങനത്തെ ഒരു സാധനം സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ബ്ലഡ് ഫ്ലോ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ കൊടുക്കാൻ പാടില്ല. ബ്ലഡ് ഫ്ലോ സ്ലോ ഡൗൺ ചെയ്യാണ് അവിടെ വേണ്ടത്. ബ്ലഡ് വെസൽസ് സ്കിന്നിലുള്ള ബ്ലഡ് വെസൽസിലെ ഈസിലി ടെമ്പറേച്ചർ ഡിഫറൻസിനോട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും.
അപ്പോൾ ഹീറ്റ് ഓർ കോൾഡ് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ബ്ലഡ് പെട്ടെന്ന് കോയാഗുലേറ്റ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫ്ലോ ഉണ്ടാവില്ല, ബ്ലഡ് ഫ്ലോ സംഭവിക്കില്ല. അതാണ് നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ സാധാരണ ഈ സ്ലൈറ്റ് വാംത്ത്, ആപ്ലിക്കേഷൻ ഓഫ് സ്ലൈറ്റ് വാംത്ത് സ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ചൂട് നമ്മൾ അപ്ലൈ ചെയ്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് സർഫസിലേക്ക് വരും. അതേസമയം കോൾഡ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അത് ഉള്ളിലേക്ക് ഇൻറ്റേർണൽ ഓർഗൻസിലേക്ക് തിരിച്ചു പോകും. ഇതാണ് സംഭവിക്കുക യൂഷ്വലി. അപ്പോൾ ഇനി ഹെഡ് ഏക്സിലും സ്പ്രെയിൻസിലും സാധാരണ നമ്മൾ ഐസാണ് അപ്ലൈ ചെയ്യുക. കാരണം ഹെഡ് ഏക്കും സ്പ്രെയിനും ഒക്കെ വരുമ്പോൾ അവിടേക്ക് ബ്ലഡ് ഫ്ലോ കൂടുക ചെയ്യുക. അപ്പോൾ നമ്മൾ ഐസ് വയ്ക്കുമ്പോഴത്തേക്ക് അത് തിരിച്ച് ഇൻറ്റേർണൽ ഓർഗൻസിലേക്ക് തിരിച്ച് വലിച്ച് എടുക്കുന്ന കാരണം ആ എക്സസ് ബ്ലഡിൻ്റെ ആ ഒരു പ്രഷർ കുറയും. അപ്പോൾ ആ പെയിൻ കുറയും. അതേപോലെ പെയിൻ ഇൻറ്റേർണലി ആണ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഹോട്ട് കോമ്പിനേഷൻസ്, ചൂടുള്ള സാധനങ്ങൾ ചെറുതായിട്ട് വെക്കുമ്പോൾ എന്തായത് ഈ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സർഫസിലേക്ക് ബ്ലഡിനെ തിരിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ സംഭവിക്കും. When the skin is exposed to sudden chills, പെട്ടെന്നുള്ള തണുപ്പിലും the blood rushes inwards and something sets up inflammation which brings about a condition favorable to the development of a cold. നമുക്കറിയാലോ സ്കിന്നിൽ നമ്മൾ പെട്ടെന്ന് തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക, ബ്ലഡ് ഉള്ളിലേക്ക് കയറും. അങ്ങനെ വരുമ്പോൾ ഇൻഫ്ലമേഷൻസ് വരാനും അങ്ങനെ കോൾഡ് വരാനുള്ള ചാൻസ് കൂടുകയാണ് ചെയ്യുന്നത്. Under such situations, a hot mustard bath for the feet will draw the blood downwards from overheated internal organs and help to check the cold. അപ്പോൾ അങ്ങനെ കോൾഡ് അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ കാലിൽ ചെറു ചൂട് വെള്ളം കൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾഡ് ഇച്ചിരി കുറയ്ക്കാൻ സാധാരണ നമ്മൾ കണ്ടില്ലേ, പനിയൊക്കെ വരുമ്പോൾ കാല് ചൂടുവെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇനി നോസ് ബ്ലീഡ് സംഭവിക്കുമ്പോൾ ഡു നോട്ട് ലെറ്റ് ദ പേഷ്യൻ്റ് ലൈ ഡൗൺ, കിടക്കാൻ സമ്മതിക്കരുത്. ബട്ട് കീപ് ഹിസ് ഹെഡ് നേരെ വയ്ക്കാൻ ശ്രമിക്കാം. ലെറ്റ് ഹിം സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ വിൻഡോ വിത്ത് ആംസ് അപ്പ് ആൻഡ് ഗെറ്റ് സമ്മൺ ടു ഹോൾഡ് ദം. സോ ഇങ്ങനെ ആംസ് പൊക്കി വെച്ചിട്ട് ഇങ്ങനെ തല മൂക്കിലാണ് ബ്ലീഡിങ്, ചെറുതായിട്ട് ഹെഡ് നേരെ വെച്ചിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യാം. പിന്നെ ഹി മസ്റ്റ് ബ്രീത്ത് ത്രൂ മൗത്ത് ഇൻസ്റ്റെഡ് ഓഫ് നോസ്. നോസിൽ കൂടെ ബ്രീത്ത് ചെയ്യണമെന്ന് പറയാം, മൗത്തിൽ കൂടെ ബ്രീത്ത് ചെയ്യണം. പിന്നെ പ്ലേസ് എ കോൾഡ് വെറ്റ് ക്ലോത്ത് ഓവർ ഹിസ് നോസ് ഓൾസോ അറ്റ് ദ ബാക്ക് ഓഫ് ഹിസ് നെക്ക്. നെക്കിലും ഇവിടെ കോൾഡായി തണുത്ത വെള്ളം വെച്ചിട്ട് തണുത്ത തുണി ഇങ്ങനെ വെച്ചിരിക്കണം, മൂക്കിൻ്റെ അവിടെ കഴുത്തിൻ്റെ അവിടെ. പിന്നെ പ്ലേസ് ഹിസ് ഫീറ്റ് ഇൻ ഹോട്ട് വാട്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലേസ് ഹിസ് ഫീറ്റ് hot water, and sometimes bleeding will stop if he puts a wad of paper between his upper lip and teeth. ഇങ്ങനെ കടിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രസ് സൗണ്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനേ. ഇൻ സ്മോൾ കട്ട്സ് ദ ബ്ലീഡിങ് ഇസ് സ്റ്റോപ്ഡ് ബൈ ദ ക്ലോട്ടിങ് ഓഫ് ബ്ലഡ്. ക്ലോട്ടിങ് സംഭവിക്കുമ്പോൾ ബ്ലീഡിങ് നിൽക്കുമല്ലോ, നാച്ചുറലി നിൽക്കും. ഡു നോട്ട് ലെറ്റ് ദ പേഷ്യൻറ്റ് വാഷ് എവേ ദ ക്ലോട്ട് ഓഫ് ബ്ലോ ഹിസ് നോസ്. അപ്പോൾ മൂക്കിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ക്ലോട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്ലീഡിങ് സംഭവിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വാഷ് ചെയ്ത് നമ്മൾ അറിയാണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ക്ലോട്ട് ഞങ്ങളുടെ പോകും. അപ്പോൾ പിന്നെയും ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം. Then the bleeding will begin again. He can stop the nose from bleeding by compressing the nose between the finger and thumb for 10 minutes. ഇങ്ങനെ പിടിച്ചാലും നോസ് ബ്ലീഡിങ് നിൽക്കണം എന്നാണ് പറയുന്നത്. ഇനി ഫസ്റ്റ് എയ്ഡ് ഫോർ ചോക്കിങ് എന്തൊക്കെയാണ്? ചോക്കിങ്ങിന് ചോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ പെട്ടെന്ന് ഇടത്തൊണ്ടയിൽ കയറി പോയിട്ട് നമ്മൾ ചോക്കാം, അങ്ങനത്തെ സംഭവം. അപ്പോൾ എന്താ ചെയ്യാം? സംടൈംസ് ഇൻ ദ ആക്ട് ഓഫ് swallowing food എ പേഴ്സൺ laughs or coughs. ചിരിക്കുകയോ ചുമക്കുകയോ ചെയ്യുമ്പോൾ എന്താ പറ്റുക? The food slips into the epiglottis, enter the trachea instead of the esophagus. Esophagus-ന് പകരം നമ്മുടെ വിൻഡ് പൈപ്പിലേക്ക് ഫുഡ് പോകും. This causes him to choke. ഇതിനെയാണ് ചോക്കിംഗ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം എന്ന് പറയുന്നത്. Usually a thumb on the back with head forward and arms lifted will be sufficient to dislodge the obstruction. Coughing will sometimes bring it up. ചുമച്ചാലും മാറും. If the choking persists, let him force the forefinger as far down the throat as possible and pull out the obstruction, but avoid forcing it further down. ഇവിടെ വരെയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ വേറെ ഹെൻലിച്ച് മാനുവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് അടിച്ചു നോക്കിയാൽ കിട്ടും. ഹെൻലിച്ച് മാനുവൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഇവിടെ പിടിച്ച ആൾക്കാർ ഇങ്ങനെ ബാക്കി കൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇത് പുറത്തേക്ക് ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഹെംലിഷ് മാനുവൽ. ഹെംലിഷ് മാനുവലിന് മുന്നേ അതിലും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇയാളുടെ ബാക്കിൽ നമ്മുടെ കൈ കൊണ്ട് ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ മുകളിലേക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കോൺസ്റ്റൻറ്റ് പ്രഷർ കൊടുക്കുമ്പോൾ പൊതുവേ അത് ഡിസ്ലോജ് ആയി പോകുന്നുണ്ട്. If a child swallows an article such as a button that sticks in his throat, hold him upside down and slap him on the back. ഇതേ സെയിം അപ്സൈഡ് ഡൗൺ തിരിച്ച് പിടിച്ചിട്ട് സ്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ എന്നുവെച്ചാൽ തല തിരിച്ച് പിടിച്ച് സ്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ത്രോട്ടിൽ നിന്ന് അത് ബട്ടൺ പുറത്തേക്ക് വന്നോളും. Sometimes you can pull the article out with the forcer. If the breathing ceases, try artificial respiration and send for the doctor at once. ബ്രീതിങ് നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കും.
ഇനി ഫസ്റ്റ് എയ്ഡ് ഫോർ ഡ്രൗണിങ്, ഇത് നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെ പറയുമ്പോൾ നമ്മൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിനെ പറ്റി പഠിക്കില്ല. ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ബേസിക് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എക്സാംസിന് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് അറിഞ്ഞിരിക്കുക, ഈ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക, അതാണ് നമുക്ക് വേണ്ടത്. ഇനി നെക്സ്റ്റ് ആണ് ഫസ്റ്റ് എയ്ഡ് ഫോർ ഡ്രൗണിങ്. അത് അസ്ഫിക്സിയാണ് സംഭവിക്കുന്നത്. ആ സമയത്ത് ഡ്രൗൺ ചെയ്യുമ്പോൾ ആൾക്കാർ അസ്ഫിക്സിയേറ്റഡ് ആയിട്ടാണ് ആവണേ. പീപ്പിൾ ഡ്രൗൺ ബിക്കോസ് വാട്ടർ കട്ട്സ് ഓഫ് എയർ ഫ്രം ദ ലങ്സ്. വെള്ളം വന്ന് നിറഞ്ഞിട്ട് നമ്മൾ എയർ ഉള്ളിലേക്ക് ലങ്സിലേക്ക് കയറില്ല, പകരം വെള്ളം കയറും. Therefore, in any case of drowning, our aim must be to get air into the lungs as quickly as possible. എയർ നമ്മുടെ ലങ്സിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതാണ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. ആദ്യം നമ്മൾ ഫുൾ വെള്ളം ഇങ്ങനെ കൈ കൊണ്ട് കണ്ടിട്ടില്ലേ, സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള കയ്യിലിങ്ങനെ നമ്മുടെ നെഞ്ചിലൊക്കെ ഒന്ന് ഞെക്കി കൊടുത്ത് മൂക്കി കൂടെ വായി കൂടെ ഇത് കളയും. എന്നിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കും. മൗത്ത് ടു മൗത്ത് റെസ്പിറേഷനൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ഒന്ന് കാണിച്ച് പതുക്കെ ബ്രീത് ചെയ്യാൻ തുടങ്ങും. ആ ബ്രീത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം പകുതി അവിടെ സോൾവ് ആയി എന്നുള്ളതാണ്. ഫസ്റ്റ് ഡ്രെയിൻ ദ വാട്ടർ ഫ്രം ദ ലങ്സ് ബൈ ലിഫ്റ്റിംഗ് ദ പേഷ്യൻറ്റ് ഫേസ് ഡൗൺ ആൻഡ് ജർക്കിംഗ് ദ ബോഡി റിപ്പീറ്റഡ്ലി ആൻഡ് ക്വിക്ലി. ഇങ്ങനെ ജർക്ക് ചെയ്യാം. എ ഹെവി പേഴ്സൺ മേ ബി റോൾഡ് ഓവർ എ ബാരൽ. ഒരു ഹെവി ആയിട്ടുള്ള ആളാണെങ്കിൽ ഒരു ബാരലിൽ ഇങ്ങനെ റോൾ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. The next step is to fill the lungs with air. Act quickly and make a pillow of anything available and lay the patient face down. തല താഴേക്കാക്കിയിട്ട് കിടത്തുക. വിത്ത് പില്ലോ അണ്ടർ ഹിസ് ചെസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇങ്ങനെ തല ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ആക്കുമല്ലോ. ലൂസൻ ഹിസ് ഗാർമെൻറ്റ്സ് അറ്റ് ദ നെക്ക് ആൻഡ് വേസ്റ്റ്. എല്ലായിടത്തെയും ഗാർമെൻറ്റ്സ് ലൂസ് ചെയ്യുക, ഡ്രസ്സ് ലൂസ് ചെയ്യുക. സ്റ്റാർട്ട് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. സ്റ്റാൻഡ് ഓർ നീൽ astride the patient and place your hands over his lower ribs on each side. രണ്ട് സൈഡിലും കയ്യിലും ലോവർ ലിപ്സിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ലേ? ഇവിടെയല്ല, ഞാനിങ്ങനെയാണ് കാണിച്ചത്, അറിയാമല്ലോ. Press down steadily with the weight of your body on your hands to drive the air out of the lungs. And then relax the pressure without removing your hands, this allowing the air to come into the lungs again. ഇങ്ങനെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇങ്ങനെ ഒരു പോസ് കൊടുത്തിട്ടാണ്. Again press the air out and again remove the pressure but not the hands. Repeat this action 15 times a minute and keep it up until the patient revives. Do not give up hope for 2 hours. 2 hours വരെ നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. If there is someone to help, let him rub the limbs along the veins. കാലിലൊക്കെ നമ്മളിങ്ങനെ തുടച്ചു കൊടുക്കും, വെയിൻസിൻ്റെ ഭാഗത്ത്. In the direction of the heart, this forcing the blood to circulate. Blood circulation പ്രോപ്പറായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. Keep the body warm in all ways possible with blankets, hot water bottles, hot stone, wrapped in cloth. എങ്ങനെയാണെങ്കിൽ ചൂട് ബോഡിയിൽ നിർത്തുക. And place one at the head but avoid having the back too low. ഭയങ്കര ചൂടാവരുത്, ഒരു മീഡിയം ഹോട്ടിൽ. When the patient begins to revive can swallow, let him drink strong hot coffee. എന്തിനാ? ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ്. A little alcohol or sweet spirit ammonia in water are good stimulants. Change his clothes and keep him warm. In case of suffocation, the same trouble exists. Lack of oxygen in the lungs. Suffocation സംഭവിച്ചാൽ അപ്പോഴും ലാക്ക് ഓഫ് ഓക്സിജൻ ആണ് സംഭവിക്കുന്നത്. ഡ്രൗണിങ് സംഭവിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എയർ സപ്ലൈ ടു ദ ലങ്സ് ഇസ് കട്ട് ഓഫ്. അതാണ് സംഭവിക്കുന്നത്. Therefore, artificial respiration is done. Whenever breathing ceases by reason of shock, asphyxiation or choking, try restoration of artificial respiration. When poisonous gases have been inhaled, remove the patient to fresh air and sprinkle cold water in his face. Poisonous gases നമ്മളിതിന് ആദ്യം തന്നെ ആളെ ആ ഒരു എൻവയോൺമെൻറ്റിൽ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് കടമ. ഇനി നെക്സ്റ്റ് വന്നത് ഇലക്ട്രിക് ഷോക്ക് സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണെങ്കിൽ ഒരു വയറോ ഒരു ഇലക്ട്രിക് റെയിൽ അങ്ങനെ എന്തെങ്കിലുമായിട്ട് വന്നു കഴിഞ്ഞാൽ, കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട ആ ഒരു ഇലക്ട്രിസിറ്റി കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഇലക്ട്രിക് സപ്ലൈ ആ ഒരു ഏരിയയിൽ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് പറ്റിയില്ലെങ്കിൽ ആളെ എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്യാം. പക്ഷെ നമ്മൾ പിടിക്കരുത്. നമ്മൾ പിടിക്കുമ്പോൾ നമുക്കും ഇലക്ട്രിക് ഷോക്കോ സംഭവിക്കും. അപ്പോൾ ദ ഹ്യൂമൻ ബോഡി ഈസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. നമ്മളും കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ സോ യുവർ ബോഡി ഷുഡ് നോട്ട് ടച്ച് ദ പേഷ്യൻസ് ബോഡി. വൈൽ ടച്ചിങ് ദ സോഴ്സ് വിൽ ഇമ്മീഡിയറ്റ്ലി ബിക്കം ഇലക്ട്രിഫൈഡ്. നമ്മളും അപ്പോൾ ഇയാളുടെ കൂടെ നമുക്കും ഇലക്ട്രിക്യൂഷൻ സംഭവിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? അയാളെ ഹെൽപ്പ് ചെയ്യണതിന് വരെ നമ്മൾ ഇതെല്ലാം ഇറങ്ങി വീഴും അല്ലേ? നമുക്കും ഇലക്ട്രിസിറ്റി ഷോക്ക് കേൾക്കും, നമ്മൾ കിടക്കും. അതിന് പകരം നമ്മൾ എപ്പോഴും ഒരു വുഡ് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള കോട്ട് അല്ലെങ്കിൽ റബ്ബർ അങ്ങനത്തെ സാധനങ്ങൾ നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അങ്ങനത്തെ സാധനങ്ങളുടെ മുകളിൽ കയറിക്കുക, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അയാളുടെ ബോഡി ഒരു ഡ്രൈ സ്റ്റിക്കും കൊണ്ട് പുഷ് ചെയ്യുക. ഡ്രൈ സ്റ്റിക്കും നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. അല്ലെങ്കിൽ പുൾ ഇറ്റ് എവേ ക്വിക്ക്ലി വിത്ത് യുവർ ഹാൻഡ്സ്, അല്ലെങ്കിൽ കൈ കൊണ്ട് പെട്ടെന്ന് മാറ്റുക. എന്തായാലും നമ്മൾ
ഒരു റബ്ബർ ചെരുപ്പ് ഇട്ടാലോ അല്ലെങ്കിൽ പേപ്പറിൻ്റെ അടിയിൽ നിന്നാലോ അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മിക്കവാറും നമുക്ക് പ്രശ്നങ്ങൾ വരില്ല. നെക്സ്റ്റ് റബ്ബർ, ഡ്രൈ ക്ലോത്ത് ആൻഡ് ന്യൂസ് പേപ്പർ ഒന്നും കണ്ടക്ടേഴ്സ് അല്ല ഇലക്ട്രിസിറ്റിയുടെ. If you want to cut the wire, cut on both sides of the patient with an axe which has a dry wooden handle. ആക്സ് വെച്ചിട്ടാകുമ്പോൾ അതിൻ്റെ വുഡൻ ഹാൻഡിൽ ആയതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല, അത് ശ്രദ്ധിക്കാം. When the patient is disconnected from the source of electric current, you can handle him without danger, then give artificial respiration. അവിടെ artificial respiration ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. A person struck by lightning should be treated at once with artificial respiration, and sometimes pouring buckets of water on the bodies of lightning struck animals helps in their recovery. വെള്ളം ഒഴിച്ചിട്ട് ഈ ഇടിവെട്ട് സംഭവിച്ചിട്ട് നമുക്ക് പ്രശ്നം വരുമ്പോൾ വെള്ളം ധാരാളമായിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ റിവൈവ് ചെയ്യുന്നതാണ് പറയുന്നത്. In all the cases when the artificial respiration has been dried, smelling salts may be applied to the nose and the chest flicked with the damp cloth. Smelling salts മണക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപോലെ ഷോക്കിൽ നിന്ന് പുറത്തേക്ക് വരാം. പിന്നെ ചെസ്റ്റ് ഫ്ലിക്ക് വിത്ത് ഒരു ഡാം ക്ലോത്ത് വെച്ചിട്ട് ഇത് ചെയ്യാം, വിക്ക് ചെയ്യാം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്.